നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 15 വയസ്സുള്ള ആൺകുട്ടിയെയും കൊണ്ട് അവൻ്റെ അച്ഛനാണ് ചികിത്സയ്ക്ക് വന്നത്. അച്ഛന് മകനെക്കുറിച്ച് പറയാൻ ഒരുപാട് പരാതികൾ. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധിക്കാലമാണ്. കഴിഞ്ഞ ഒരു 1-2 കൊല്ലമായിട്ട് ഈ ഹൈസ്കൂൾ തുടങ്ങിയപ്പോൾ തൊട്ട് പെരുമാറ്റത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിന് മുൻപൊക്കെ ഒരു 7ാം ക്ലാസ് വരെയൊക്കെ പറഞ്ഞാൽ എല്ലാം അനുസരിക്കുന്ന, നന്നായി പഠിക്കുന്ന, പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ വാങ്ങുന്ന, എല്ലാവർക്കും കണ്ണിലുണ്ണിയായൊരു കുട്ടിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നു. എതിർത്ത് പറയുന്നു, അനുസരണക്കേട് കാണിക്കുന്നു. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്യും, നിങ്ങളെന്ത് ചെയ്യും എന്ന മട്ടിലുള്ള സംസാരം. പൊതുവേ അങ്ങ് ആകെ അസ്വസ്ഥനാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. അവന് ചെസ്സ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു, പക്ഷെ അത് വീട്ടുകാർ സമ്മതിച്ചില്ല. അപ്പം അന്ന് തൊട്ട് വീട്ടുകാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്നെ അതിന് വിട്ടില്ല, അത് കാരണം എൻ്റെ ബുദ്ധി വളർച്ച ശരിയായില്ല, എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെസ്സിന് പോയിരുന്നുവെങ്കിൽ എൻ്റെ ബുദ്ധി കുറച്ചുകൂടെ നന്നായേനെ, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു, മാർക്ക് കിട്ടാൻ പറ്റുമായിരുന്നു. മൊബൈൽ കൂടുതൽ നേരം കണ്ടുകൊണ്ടിരിക്കുന്നു, അതും ചിലപ്പോൾ ഗെയിം കളിക്കുകയായിരിക്കാം. അതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും രക്ഷയില്ല. പലപ്പോഴും ഇളയ സഹോദരനുണ്ട്, അവനുമായിട്ട് വഴക്കിടും. എന്നാൽ അതും സ്ഥിരമായിട്ടുള്ളൊരു വൈരാഗ്യമോ ഒന്നും ആ കുട്ടിയോട് ഇല്ല. ഇടയ്ക്ക് ചില സമയത്ത് വഴക്കിടും, അത് കഴിയുമ്പോൾ ചിലപ്പം ഭയങ്കര സ്നേഹമായിരിക്കും. വീട്ടുകാരോടും അതുപോലെ തന്നെയാണ്. ഇതൊരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഇവൻ്റെ ഒരു ബേസിക് സ്വഭാവം തന്നെ ആകെ അസ്വസ്ഥമാണ്. നിസ്സാര കാര്യത്തിന് തന്നെ ദേഷ്യപ്പെടുകയും പരാതിപ്പെടുകയും കുറ്റം പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം. ഇടയ്ക്കിടയ്ക്ക് ആ ദേഷ്യം കുറച്ച് ഒന്ന് പീക്കിലേക്കെത്തും, ഒന്ന് പാരമ്യത്തിലേക്കെത്തി ആ സമയത്ത് പലപ്പോഴും മാതാപിതാക്കൾ അവനോട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുമ്പോഴും ഒക്കെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കുമ്പോൾ സാധനങ്ങൾ ചിലപ്പോൾ എടുത്തെറിയും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് പോവും. അങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വീട്ടിലെ ശാന്തമായ അന്തരീക്ഷം തകരാറിലായിരിക്കുന്നു. സ്കൂളിലും ഇപ്പോൾ അധ്യാപകർക്ക് പരാതി വന്നു തുടങ്ങി. നന്നായി പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയാണ്, ഇപ്പോൾ പക്ഷേ ക്ലാസ്സിൽ വലിയ ശ്രദ്ധ കാണിക്കുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നു, ഹോംവർക്ക് കൊടുത്തു വിടുന്നത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല, അസൈൻമെൻറ്റുകൾ കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യുന്നില്ല, എന്ത് പറഞ്ഞാലും പെട്ടെന്നങ്ങ് മിണ്ടാതിരിക്കുന്നു, തുടർന്ന് അധ്യാപകർ ചോദിച്ചാൽ പോലും മറുപടിയൊന്നും പറയുന്നില്ല. ഇതിൻ്റെ സ്വഭാവം എന്താണ് ഇങ്ങനെ മാറിപ്പോയത്? നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടിക്ക് 100 കൂട്ടം പരാതികളാണ്. അവൻ്റെ സഹപാഠികൾക്കൊക്കെ കിട്ടുന്ന സൗകര്യങ്ങൾ, അവർക്ക് പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു, അവർ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവരുടെ അച്ഛനും അമ്മയും കൊണ്ടുപോകുന്നു, എന്തെങ്കിലുമൊക്കെ കായിക പരിശീലനങ്ങൾക്കും ചെസ്സ് പഠിക്കാനുമൊക്കെ അച്ഛനും അമ്മയും വിടുന്നു. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ പലപ്പോഴും ക്ലാസ്മേറ്റ്സുമായിട്ടും ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവുമായിരുന്നു. ഒരു 7ാം ക്ലാസ് വരെ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു കുട്ടിയായിരുന്ന ഒരാൾ ഇപ്പോൾ ക്ലാസ്മേറ്റ്സുമായിട്ടും ഇടയ്ക്കിടയ്ക്ക് വഴക്കിടും. അതെല്ലാം നിസ്സാര കാര്യങ്ങൾക്കാണ് പലപ്പോഴും ഈ വഴക്ക് വരുന്നതെന്നുള്ളതാണ്. അത്തരം ഒരു വഴക്കിടേണ്ട ഗൗരവമുള്ള വിഷയങ്ങളൊന്നും ആയിരിക്കില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ പലപ്പോഴും അവരുമായിട്ട് പിണങ്ങിയിട്ട് മിണ്ടാതിരിക്കുക, പിന്നെ അവരെക്കുറിച്ച് ഇല്ലാ കഥകൾ മറ്റ് ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഇങ്ങനത്തെ രീതികളൊക്കെ വരുന്നു. അപ്പോൾ ഇത് ഈ കൗമാരപ്രായത്തിലെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു വൈകാരിക പ്രശ്നമാണ്. ഡിസ്റപ്റ്റീവ് മൂഡ് ഡിസ്റെഗുലേഷൻ ഡിസോർഡർ എന്നാണ് പറയുന്നത്. അത് സമീപകാലത്ത് അത് വളരെയധികം വ്യാപകമായിട്ട് കാണുന്നുണ്ട്. ഈ പ്രശ്നമുള്ള കുട്ടികളുടെ അടിസ്ഥാന സ്വഭാവം തന്നെ കുറച്ചൊരു അസ്വസ്ഥതയും ദേഷ്യവും ഉള്ളതായിരിക്കും. പ്രകോപനം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് അത് വല്ലാത്ത രീതിയിലുള്ള ദേഷ്യപ്രകടനങ്ങളായി മാറുകയും ചെയ്യും. പലപ്പോഴും ഇത് ആദ്യഘട്ടത്തിൽ ചില മനഃശാസ്ത്ര ചികിത്സകളിലൂടെ അതിനെ ക്രമീകരിക്കാൻ ശ്രമിക്കാം. ദേഷ്യം നിയന്ത്രിക്കാനുള്ള മനഃശാസ്ത്ര ചികിത്സകളും മനസ്സിൻ്റെ വൈകാരിക ക്രമീകരണം സാധ്യമാകുന്ന ചില ചികിത്സാ രീതികളുമൊക്കെ നൽകാം. പക്ഷേ ആ മനഃശാസ്ത്ര ചികിത്സകൾ വിജയിക്കാതെ വരുമ്പോൾ ചില മരുന്നുകളും ഉപയോഗിക്കേണ്ടി വരും. മനസ്സിൻ്റെ വൈകാരിക ക്രമീകരണം സാധ്യമാക്കുന്ന മൂഡ് സ്റ്റെബിലൈസർ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ ചിലപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് ഈ മരുന്നുകളും ഈ മനഃശാസ്ത്ര ചികിത്സകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ചികിത്സാ രീതി സ്വീകരിക്കുകയും വീട്ടുകാർ കുട്ടി കാണിക്കുന്ന ഈ പെരുമാറ്റം ഒരു മാനസികമായ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടിയോട് സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ ഇത് കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും വീട്ടുകാർ ഇത് ഒരു മാനസിക അസ്വാസ്ഥ്യമാണെന്ന് മനസ്സിലാക്കാതെ കുട്ടി മനഃപൂർവ്വം അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് കരുതി വീണ്ടും വീണ്ടും അവനെ വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും അടിക്കുകയും ശിക്ഷിക്കുകയും അവൻ്റെ ആഗ്രഹങ്ങളെ വീണ്ടും നിഷേധിക്കുകയും ചെയ്താൽ
പലപ്പോഴും ഇതൊരു തീവ്രമായ ഒരു വൈകാരിക രോഗമായിട്ടൊരു മൂഡ് ഡിസോർഡറായിട്ട് ഭാവിയിൽ പരിണമിക്കുന്നതായിട്ടും കാണുന്നു. ചില കുട്ടികളെങ്കിലും ഈ വൈകാരിക അസ്വാസ്ഥ്യത്തിൻ്റെ തീവ്രതയിൽ ലഹരി വസ്തുക്കൾ അഭയം പ്രാപിക്കുന്നതായിട്ടും കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റപ്റ്റീവ് മൂഡ് ഡിസ്റെഗുലേഷൻ ഡിസോർഡർ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.